ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 16 മുതൽ വാക്യങ്ങൾ വായിച്ച് നമുക്ക് പെട്ടെന്ന് 1-2 വചനങ്ങൾ ചിന്തിച്ച് ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കാം. മത്തായി സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 16-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ചെന്നായ്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു മുന്നറിയിപ്പാണ് ഞാൻ എവിടേക്കാണ് നിങ്ങളെ അയക്കുന്നത്. ഇത് നമുക്ക് കാണാം. ശിഷ്യന്മാരെ അയക്കുന്ന ഒരു വചനമാണ് ഇവിടെ നമുക്ക് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര പേരുണ്ട് ശിഷ്യന്മാർ? കർത്താവിൻ്റെ ശിഷ്യന്മാർ എത്ര പേരുണ്ട്? യേശുവിൻ്റെ ശിഷ്യന്മാർ എത്ര പേരുണ്ട്? ഇവിടെ കുറച്ച് പേർക്ക് സംശയമാണ്. കരം പൊക്കിയാൽ ശരിയാവോ? യഥാർത്ഥ ശിഷ്യനാണോ അല്ലയോ? ശിഷ്യനാവാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? യേശുവിൻ്റെ ശിഷ്യനാവാൻ താല്പര്യമുള്ളവർ. അപ്പോഴും കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം ചോദിക്കാൻ എൻ്റെ കയ്യിലില്ല, തീർന്നു. ഓക്കെ, ശിഷ്യനാകാൻ താല്പര്യമുള്ളവരൊക്കെ കർത്താവിൻ്റെ ശിഷ്യനാകുക. എന്തായാലും നമുക്ക് വചനം ചിന്തിക്കാം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യേശു നമ്മളെ അയച്ചപ്പോൾ ശിഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ഇനി ആരെങ്കിലും ശിഷ്യരല്ലെങ്കിൽ ശിഷ്യരാകാൻ താല്പര്യപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ശിഷ്യരാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് നമ്മളെ അയച്ചത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സുഗമമായൊരു പാതയിലേക്കല്ല, സന്തോഷകരമായ ഒരു ലോകത്തല്ല നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. നമുക്കറിയാം, ചെന്നായ്ക്കളുടെ ഇടയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഇടയിൽ ചെന്നായ്ക്കളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മത്തായി സുവിശേഷം തന്നെ അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 7-ാം അധ്യായം 15-ാം വാക്യം. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഇവിടെ നമ്മൾ ചെന്നായി എന്നൊരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ മത്തായി സുവിശേഷം ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. ഇന്ന് പലരുടെയും സ്വഭാവം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചെമ്മരിയാടൊന്നല്ല, അത് കോലാടിൻ്റെ സ്വഭാവമൊക്കെ ഉള്ളത് കുറേ ഉണ്ട് ഇടയിലൊക്കെ. എന്നാലും ചെമ്മരിയാട് ആണ് എന്ന് വിചാരിക്കുക നമ്മളൊക്കെ. ചെമ്മരിയാടിൻ്റെ പ്രത്യേകത എന്തുവാ? അതിന് വെള്ളം കിട്ടിയാൽ കുടിക്കും, പുല്ല് കിട്ടിയാൽ തിന്നും, മേമേന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ നടക്കും. വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, വലിയ ശല്യമൊന്നുമില്ല. ഈ ചെമ്മരിയാടുകളുടെ കൂട്ടമൊക്കെ പോകണമെന്നുണ്ട്. ഒരെണ്ണം പോയി അതിൻ്റെ പിന്നാലെ ഇങ്ങനെ എല്ലാം കൂടിയും പോകും. ആട്ടിടയൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോകുന്ന വലിയ ശല്യമൊന്നുമില്ലാത്ത, വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഒരാടുകളാണ് ചെമ്മരിയാടുകൾ. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്നവൻ ആരാണ്? അവൻ ചെന്നായാണ്. അവൻ്റെ സ്വഭാവം ശരിയല്ല, അല്ലെങ്കിൽ അവൻ്റെ രീതികൾ ശരിയല്ല. അവനെ നമ്മൾ ചില കാര്യത്തിൽ സൂക്ഷിക്കണം. വീണ്ടും മത്തായി സുവിശേഷം പറയുകയാണ്, ആടുകളുടെ വേഷം ധരിച്ചു വരുന്ന ഒരു തരം ചെന്നായ്ക്കളുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ചെന്നായി നേരിട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം, ഈ ചെന്നായെ സൂക്ഷിക്കാനും ആ ചെന്നായുടെ സ്വഭാവം മനസ്സിലാക്കാനും അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനും നമുക്ക് കഴിയും. പക്ഷേ ഈ ആടുകളുടെ വേഷത്തിലാണ് ഈ ചെന്നായി വരുന്നതെങ്കിലോ നമ്മൾ വിചാരിക്കും ഇത് ആടാണെന്ന് വിചാരിക്കും. സ്വാഭാവികമായും എന്ത് ചെയ്യും? ഇത് ആട്ടിൻകൂട്ടത്തിൽ കയറിയിരിക്കും. ആട്ടിൻകൂട്ടത്തിലിരുന്ന് അത് ചെന്നായുടെ സ്വഭാവം കാണിക്കുകയും ചെയ്യും. അതാണ് വചനം പറയുന്നത്. നമുക്കൊന്നുകൂടി വായിക്കാം. മത്തായി 7 അതിൻ്റെ 15 ഒന്നുകൂടി വായിക്കാം. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. അവരുടെ ഫലങ്ങളിൽ നിന്നാണ് പ്രധാനമായും അവരെ മനസ്സിലാക്കേണ്ടത്. അവരുടെ ഉള്ളിൽ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കാം. ഉള്ളിൽ കടിച്ചു കീറുന്ന ചെന്നായായിരിക്കാം. ഒരു ചെമ്മരിയാടിനെ പോലെ അല്ലെങ്കിൽ ഒരു ആടിൻ്റെ വേഷത്തിലാണ് ഈ ചെന്നായി വരുന്നതെങ്കിൽ അതിനെ പ്രധാനമായും മനസ്സിലാക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം വളരെ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള വാക്കുകൾ കൊണ്ടായിരിക്കും അവൻ കടന്നു വരുന്നത്. അതായത് ചിരിച്ചുകൊണ്ട്, വളരെ സ്നേഹത്തോടെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ദൈവം സ്നേഹമാണ്, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ വളർത്തും, ദൈവം നിന്നെ എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും, നീ പാപം ചെയ്താലും കുഴപ്പമില്ല, നീ പാപത്തെ ഓർത്ത് കരഞ്ഞാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എപ്പോഴും നമുക്ക് ഈ ഒരു ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും തരുന്നത്. നമ്മൾ ജീസസ് വിഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു മേഖല പൊതുവേ ഇപ്പം എനിക്ക് പലരും പറഞ്ഞ ഒരു പരാതിയുണ്ട്. ആദ്യമായിട്ട് ജീസസ് വിഷനിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ജീസസ് വിഷനിലേക്ക് വളരെ സങ്കടപ്പെട്ട് വേദനയിലൂടെ ദുഃഖത്തോടെ ഭാരത്തോടെ കടന്നു വന്ന 1-2 കുടുംബങ്ങളെ ഞാൻ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു. ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ദിവസം നമ്മൾ ചോദിക്കും, ധ്യാനം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന നേരത്ത് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം? ഫസ്റ്റ് ഡേ ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം? അപ്പോൾ പറയും, വരണ്ടായിരുന്നു. ഞാൻ എന്ത് പറ്റി? ആകെ സങ്കടപ്പെട്ട് കഷ്ടവും ദുരിതമായിട്ട് ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഏറെ കീറുന്ന, നമ്മളെ കീറി മുറിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ രണ്ടായിട്ട് മുറിച്ച് മാറ്റി അപ്പുറം വെച്ചിട്ട് കുറച്ച് ഉപ്പും മുളകും തേച്ച് വിടുന്ന അവസ്ഥയിലായിരുന്നു. ഇതിലും ഭേദം വരണ്ടായിരുന്നു, അവിടെ എങ്ങാനും ഇരുന്നാതായിരുന്നു. കാരണം എന്താ?
അവൻ്റെ പാപങ്ങൾ അവനെ മുറിപ്പെടുത്തും, അവൻ്റെ തിന്മകൾ അവനെ മുറിപ്പെടുത്തും. നമ്മളൊന്നും പറയണ്ട, 10 വചനം യഥാർത്ഥ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മതി. അവൻ്റെ പാപങ്ങൾ അവനെ കുത്താൻ തുടങ്ങും, അവനെതിരെ തിരിയാൻ തുടങ്ങും. പക്ഷെ മറ്റോടത്ത് എങ്ങനെയാണ്? ഷുഗർ കോട്ടഡാണ്. നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല, നീ എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, നീ എങ്ങനെ പോയാലും കുഴപ്പമില്ല. എൻ്റെ ഒരു സുഹൃത്ത് ജീസസിനെ കുറിച്ചൊരു കമൻറ്റ് പറഞ്ഞു. അതായത് നമ്മുടെ യൂട്യൂബിലൊക്കെയുള്ള സുവിശേഷങ്ങളൊക്കെ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റ് ഇതാണ്: ചേട്ടാ, ഇത്രയും വൈബ്രൻ്റായിട്ട് രീതിയിൽ സുവിശേഷം പറയുന്നൊരു കൂട്ടായ്മ കുറവാണ്. കാരണം പ്രത്യേകിച്ച് ഒരു കോംപ്രമൈസും ഇല്ല, ഒരു രീതിയിലൊരു മയവും ഇല്ല, ഒന്നിനോടും ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ വചനം പറയുന്നത്. അതെനിക്ക് താങ്ങില്ല ചേട്ടാ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. കാരണം അത്രയും താങ്ങാനുള്ളൊരു മനുഷ്യൻ ഞാനില്ല, അത്രയും താങ്ങാനുള്ളൊരു പവർ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. കാരണം എങ്ങനെ ദൈവവചനത്തിൽ നിന്ന് അകരണം, ഓരോരുത്തരും ഓരോ കാരണമുള്ള കണ്ടുപിടിക്കുന്നത്. കാരണം എന്താ, അവൻ 2-3 യൂട്യൂബിലെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവനെ കുത്താൻ തുടങ്ങി. ചില വ്യക്തികൾ ഈ ഒരു വാക്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വചനം പറയുമ്പോൾ, ചില കാര്യം പറയുമ്പോൾ ഒരാൾക്ക് മാത്രം മുറിവുണ്ടാവണമെങ്കിൽ അതെന്താ കാരണം? നമ്മൾ കോമൺ ആയിട്ടാണ് പറയുന്നത്, ഒരിക്കലും ഒരാളുടെ പേരെടുത്ത് പറയില്ല. അപ്പം ഞാനിപ്പോൾ യൂത്തിൻ്റെ പറഞ്ഞെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആരുടെയും പേര് ഞാൻ പറഞ്ഞില്ല, ഇവരാരും അല്ല, പേടിക്കണ്ട. കോമൺ ആയിട്ട് നമ്മൾ പറയാം, 10 പേര് ഒരുമിച്ച് അല്ലെങ്കിൽ 20 പേര് ഒരുമിച്ച് മലമുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരൊറ്റ വചനം എടുത്ത് വ്യാഖ്യാനിച്ച് ചിലപ്പോൾ ഒരു കാര്യം പറയും, ഒരാൾക്ക് മാത്രം ഭയങ്കരമായിട്ട് മുറിയും. പിറ്റേ ദിവസം ആ ആൾ ചിലപ്പോൾ വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ ഫോൺ ചെയ്യും, ബ്രദറെ ഭയങ്കര വിഷമമായിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ. ഞാൻ ചോദിച്ചു, എടാ നിനക്കെന്താ വിഷമമായേ? അല്ല, അത് ആ വചനം എന്നെ ഒന്ന് മുറിപ്പെടുത്തി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അതെനിക്കെതിരെയായിരുന്നു, അത് തന്നെ. കാരണം ചോദിക്കുമ്പോൾ അവനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയില്ല, ചിലപ്പോൾ ഈ വ്യക്തി അത് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് അറിയത്തുണ്ടാവില്ല. ദൈവാത്മാവ് അങ്ങനെ ഒരു വചനം എടുക്കാൻ പറഞ്ഞു, വചനം എടുക്കും. അപ്പോൾ വചനം ചിലരെ കീറി മുറിക്കും, അല്ലേ? ചില വ്യക്തികളെ കീറി മുറിക്കും. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കടന്നു വരാൻ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, ദൈവവചനമാണ് സംസാരിക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി വചനം പറയാൻ പറ്റുമോ? അത് ചിലപ്പോൾ കീറി മുറിക്കും. സത്യം പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടക്കേട് വരും, ചിലർക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ പല മേഖലകളിലൂടെ ദൈവത്തിൻ്റെ വചനം സഞ്ചരിക്കും. സത്യവചനം അതിൻ്റേതായ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ പലർക്കും മുറിപ്പാടുണ്ടാകും, വേദനകളുണ്ടാകും. ചിലർ എതിർത്ത് സംസാരിക്കും, പലപ്പോഴും എതിർപ്പുണ്ടാകും. പ്രിയമുള്ളവരെ, വചനം നമ്മുടെ മുൻപിൽ പറയുകയാണ്, ചെന്നായ്ക്കളുടെ ഇടയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് എല്ലാ വചനവും നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. എല്ലാ സുവിശേഷകരും ദൈവത്തിൽ നിന്നല്ല എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം പ്രിയ ആത്മീയ ഗുരു ടെൽ ദ ട്രൂത്തിലൊരു ക്ലാസ് ഇട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പലരും കേട്ടിട്ടുണ്ട്, 1 മണിക്കൂറിലധികം. രാജ്യത്തിൻ്റെ സുവിശേഷവും വിജാതിയർക്കുള്ള സുവിശേഷവും, 2 രീതിയിലുള്ള സുവിശേഷത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്ന ഒരു മേഖല. നിങ്ങളത് കേട്ടിട്ടില്ല എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ യൂട്യൂബിലൊക്കെ വളരെ ഫെമിലിയർ ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി ആളുകളുടെ ഇടയിൽ ഇത്തരം തെറ്റായ പഠനങ്ങൾ ഇന്ന് വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ കാണാം വളരെ തെറ്റായ പഠനങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ധ്യാനത്തിന് ഒരു വ്യക്തി വന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചില ഇടർച്ചകൾ, ചില എതിർപ്പുകളുണ്ടായി. ബ്രദർ, ആ ക്ലാസ് എടുത്ത ക്ലാസ്സിൻ്റെ വിഷയം ഇതായിരുന്നു: പിശാചുക്കളുടെ ആയുധങ്ങൾ ഇന്നില്ല, പകരം പിശാചിനൊരു ആയുധമില്ല, പകരം പിശാച് അവൻ്റെ സ്പിരിറ്റിനെ ഓരോ വ്യക്തിയിലേക്ക് അയക്കും. ഇപ്പോൾ വ്യഭിചാരത്തിൻ്റെ സ്പിരിറ്റിനെ, മദ്യപാനത്തിൻ്റെ സ്പിരിറ്റിനെ, കലഹത്തിൻ്റെ സ്പിരിറ്റിനെ, ആത്മഹത്യയുടെ സ്പിരിറ്റിനെ, ഇങ്ങനെ ഓരോ തരം സ്പിരിറ്റുകളെ മനുഷ്യ വ്യക്തികളേക്ക് അയക്കും. അവൻ അതിന് പ്രേരണ നൽകും. ആത്മഹത്യ ചെയ്യാനും വ്യഭിചാരം ചെയ്യാനും പാപം ചെയ്യാനുള്ള പ്രേരണകൾ നൽകിക്കൊണ്ട് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നതാണ് പിശാചിൻ്റെ പ്രവൃത്തി. അതല്ലാതെ ഭൗതികമായ ആയുധങ്ങൾ പിശാചിന് ഇല്ല എന്ന് ബ്രദർ ഒരു ക്ലാസ് എടുത്തു. ഇദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല, ഇദ്ദേഹത്തിനത് സ്വീകരിക്കാൻ പറ്റിയില്ല. മാത്രമല്ല, അദ്ദേഹം വന്ന് ചോദിച്ചു, ഇങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ലല്ലോ, പിശാചിന് ആയുധങ്ങളുണ്ട്. കാരണം അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്ന, അദ്ദേഹം ചെന്ന് നിൽക്കുന്ന കൂട്ടായ്മ അദ്ദേഹത്തെ പഠിപ്പിച്ചിരിക്കുന്നത് പിശാചിന് എന്തുണ്ടെന്നാണ്? ആയുധമുണ്ട്. ഈ ഇടക്കാലത്ത് ചില ആളുകൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. 2020 ഡെലിവറൻസ് ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഇപ്പം ഇവർക്ക് ഈ ഒരു ഡെലിവറൻസ് ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം വേണ്ട കാര്യം എന്താ? ഇപ്പോൾ കൊറോണയുടെ വാക്സിൻ നിങ്ങൾ എടുക്കാനുള്ള കാരണം എന്തുവാ? നാട്ടിൽ മൊത്തം വാക്സിനാണ്, അല്ല കൊറോണയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ വാക്സിൻ എടുത്തു. അപ്പോൾ അപകടം മുന്നിൽ കണ്ടാലാണ് എന്ത് സംഭവിക്കത്തുള്ളൂ? നമ്മൾ വാക്സിൻ എടുക്കത്തുള്ളൂ. അതല്ല വാക്സിൻ എടുക്കുമോ? ഇല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ എടുക്കില്ല. നമ്മുടെ മുൻപിൽ ഒരു അപകടം നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അതിനുള്ള പ്രിക്കോഷൻ എടുക്കും. ഇപ്പോൾ ഇപ്പുറത്ത് പിശാചിൻ്റെ കയ്യിൽ ആയുധം ഉണ്ടെന്ന് പറഞ്ഞാലല്ലേ ഡെലിവറൻസ് ശുശ്രൂഷൻ്റെ അടുത്തോട്ട് ആൾ വരത്തുള്ളൂ, അല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഡെലിവറൻസ് ശുശ്രൂഷകൻ്റെ അടുത്ത് ആൾ വരണമെങ്കിൽ എന്ത് വേണം? അപ്പുറത്ത് പിശാചിൻ്റെ കയ്യിൽ ആയുധം ഉണ്ടെന്ന് പറയണം, എന്നാലേ വരത്തുള്ളൂ.
അപ്പോൾ ഈ കാലത്ത് ചില ആളുകൾ ഇറങ്ങിയിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നു. അപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മേഖല ഇതാണ്: പിശാചിൻ്റെ കയ്യിൽ ചില ആയുധങ്ങളുണ്ട്. ബ്രദർ, എനിക്ക് തോന്നുന്നു ആ സെക്കൻഡ് ഡെലിവറൻസ് ക്യാമ്പിൻ്റെ സെക്കൻഡ് ഡേ മുഴുവൻ ഈ ഒരു ക്ലാസ് ആയിരുന്നു. പിശാചിന് ആയുധങ്ങളില്ല, പകരം അവൻ്റെ ദൂതന്മാരെ ഉപയോഗിച്ച് അവനിങ്ങനെ പ്രേരണ നൽകുകയാണ്. ഈ ഹവ്വായുടെ അടുത്ത് വന്ന പിശാച് എന്തായുധം എടുത്തേ? വാളാണോ? പീരങ്കിയായിരുന്നോ? തോക്കായിരുന്നോ? ബോംബായിരുന്നോ? അണുബോംബായിരുന്നോ? എന്ത് സാധനം പുള്ളി എടുത്തേ? പ്രലോഭനം. ബൈബിളിലുടനീളം നമ്മൾ കാണുക അല്ലേ? പല സ്ഥലത്തും നമ്മളിത് വായിക്കുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. ഈ ആയുധങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ലിറ്ററലി കാണുന്ന ഈ വാളും പരിചയം ഇതൊന്നുമല്ല. പക്ഷേ ഈ സുവിശേഷകൻ, ഈ പറയുന്ന സുവിശേഷകൻ എന്ന് പറയുന്ന ഇദ്ദേഹം അവരുടെ കൂട്ടായ്മയെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇതാണ്: പുള്ളിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. പിശാച് അവൻ്റെ ആയുധങ്ങൾ വീണ്ടും പണിതെടുത്തു. ഇങ്ങനെയുള്ള ആയുധങ്ങൾ അവൻ വീണ്ടും പണിതെടുത്തു. അവൻ്റെ കുന്തങ്ങളും ക്രൂരമ്പുകളും ഇങ്ങനെയുള്ള ആയുധങ്ങൾ, അതിനെക്കുറിച്ചാണ് വചനം പറയുന്നത് എന്നാണ്. നമുക്കൊരു വചനം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. എഫേസ്യർ അതിൻ്റെ 6:16. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ. അപ്പോൾ അതേ ക്രൂരമ്പുകളുണ്ട്, അമ്പുകളുണ്ട് അവൻ്റെ കയ്യിൽ. പിശാചിൻ്റെ കയ്യിൽ എന്തുണ്ട്? അമ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും പോകണം. പറ്റുമെങ്കിൽ ഒരു പരിചയമൊക്കെ വാങ്ങണം. ഈ പരിചയമൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ അമ്പുകളെങ്ങനെ തടഞ്ഞു നിർത്താം. ഇദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ തർക്കമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ബ്രദറെ, പിശാചിന് ആയുധങ്ങളുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വചനമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് എടുത്ത വചനം ഇതാണ്. എഫേസ്യരുടെ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ദുഷ്ടൻ്റെ ക്രൂരമ്പുകളെ ചെറുക്കണം എന്ന് വചനം പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അവന് ആയുധങ്ങളില്ലേ? ആയുധങ്ങളില്ലാതെയാണോ അവൻ യുദ്ധം ചെയ്യുന്നത് എന്നൊരു ചോദ്യമാണ് എൻ്റെ മുമ്പിൽ ചോദിച്ചത്. നിങ്ങൾ അതിൻ്റെ 13 മുതൽ വാക്യങ്ങളൊന്ന് വായിക്കാമോ? 6-13 മുതൽ വാക്യങ്ങളൊന്ന് വായിക്കാമോ? അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അപ്പോൾ പ്രകാശത്തിൻ്റെ ആയുധത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അപ്പസ്തോലനായ പൗലോസിലൂടെ ദൈവവചനത്തിൽ വെളിപ്പെടുത്തുകയാണ്. എന്താണ് ആ വാക്യം? വായിച്ചോ? അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അപ്പോൾ ദൈവത്തിനും ചില ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ താഴോട്ട് വായിക്കാമാണ്. ഈ ആയുധങ്ങൾ നമ്മൾ ധരിക്കണം. ആ ആയുധങ്ങൾ എന്തൊക്കെയാണ്? വായിച്ചോളൂ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച്. അപ്പോൾ അരമുറുക്കുന്ന ഒരു ആയുധം അല്ലെങ്കിൽ ഒരു അരപ്പട്ട ധരിക്കണം. അതെന്താണ്? സത്യം കൊണ്ടാണ് അവൻ അരമുറുക്കേണ്ടത്. വീണ്ടും നീതിയുടെ ഒരു കവചമുണ്ട്. അതും ഒരു ആയുധമാണ് യഥാർത്ഥത്തിൽ. അതെന്തിൻ്റെയാണ്? നീതിയുടെ കവചം. താഴോട്ട് വായിക്കുമ്പോൾ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. ഒരു പാദരക്ഷയുണ്ട്. അതായത് ഈ പടയാളികളുടെ ആയുധവർഗ്ഗങ്ങളെ കുറിച്ചായി പറയുന്നത്. അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദുഷ്ടനെതിരെയുള്ള സർവ്വായുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയുധങ്ങളുടെ എക്സ്പ്ലനേഷനാണ് താഴോട്ട് വന്നത്. അവൻ്റെ സത്യം, നീതി, സമാധാനം, ഇങ്ങനെയുള്ള ആയുധങ്ങളാണ് പ്രകാശത്തിൻ്റെ ആയുധങ്ങളെന്ന് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നത്. ഈ പറയുന്ന ആയുധങ്ങളെക്കുറിച്ചാണ് ദൈവവചനം പറയുന്നത്. അതല്ലാതെ ഈ പറയുന്ന വാളും കുറേ തലകളെ വെട്ടി കഴുത്തിൽ മാലയാക്കി തൂക്കുന്ന ഒരു പിശാചാണോ എന്നുള്ളത്? ആണോ? ഇദ്ദേഹത്തോട് ഡീപ്പായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞെന്നറിയാമോ? അതൊക്കെ പിശാച് തന്നെയാണ്. ഞാൻ ഈ പറയുന്ന രൂപമില്ലേ, ഈ കുറേ തലകൾ മാലയാക്കി വെച്ചിരിക്കുന്നത്, അത് പിശാച് തന്നെയാണ്. ലൈവ് പിശാചാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. അല്ലെങ്കിൽ പിശാച് ദൈവത്തിൻ്റെ സന്തോഷത്തെ അല്ലെങ്കിൽ സമാധാനത്തെ, സ്നേഹത്തെയൊക്കെ കെടുത്തുന്ന, അത് ദൈവമെന്ന് സ്വയം വാദിക്കുന്ന ഒരു പൈശാചിക സംഭവം തന്നെയാണത്. അത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ആരാധിക്കുന്നത് പിശാചിനെയാണ്. വിജാതിയർ ആരാധിക്കുന്ന ആരെയാണ്? പിശാചിനെയാണ് എന്ന് പറയുന്നത് അത് തന്നെയാണ് കൃത്യമായിട്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ഇവൻ ആയുധങ്ങൾ ധരിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവൻ്റെ കയ്യിൽ ഈ ആയുധങ്ങളുണ്ടോ? കൊളോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. ആമേൻ. ശ്രദ്ധിക്കണേ, അപ്പോസ്തലനായ പൗലോസ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ വിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരിക്കുകയാണ്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ എന്ത് ചെയ്തു? നിങ്ങൾ ബൈബിളിൽ ഒന്ന് വായിച്ചു നോക്കി. എന്താ ഇത്? നിരായുധമാക്കി. അവനിപ്പോൾ ആയുധം ഉണ്ടോ? അവൻ നിരായുധനാണ്. ഇന്ന് ആയുധമില്ലാത്ത അവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത്. ഇനി ആധിപത്യങ്ങളും അധികാരങ്ങളും എന്തുവാ?
നമ്മൾ ഈ പറയുന്ന ആധിപത്യങ്ങൾ, അധികാരങ്ങളെന്ന് മലയാള വാക്കുകളൊക്കെയാണ്. അതിൻ്റെ ഗ്രീക്ക് വാക്കുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, അതിൻ്റെ യഥാർത്ഥ മൂല്യ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ആധിപത്യങ്ങളെന്നും അധികാരങ്ങളെന്നും ഉപയോഗിച്ചിരിക്കുന്നത് പിശാചിനെയാണ്. പിശാചിൻ്റെ ആയുധങ്ങൾ ഇന്നില്ല, അത് നിരായുധമായി. അവൻ നിരായുധനാണ്. എന്നാൽ അവൻ്റെ ദൂതന്മാരുണ്ട്. ആ ദൂതന്മാരെ ഉപയോഗിച്ച് അവന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ മനുഷ്യനെ പ്രലോഭിപ്പിക്കുകയും പാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നാണ് ആര് പഠിപ്പിച്ചത്? പൗലോസ് ദൈവജനത്തെ പഠിപ്പിച്ചത്. അപ്പോൾ ഈ വ്യക്തി കുറേ കാലം കഴിഞ്ഞപ്പോൾ 2020 ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, അങ്ങനെയല്ല, പിശാച് അന്ന് ശരിയാണ് നിരായുധമാക്കി, ഓക്കെയാണ്, പക്ഷെ പിശാച് വീണ്ടും എന്ത് ചെയ്തു? ആ ആയുധങ്ങളെ വീണ്ടും ഉണ്ടാക്കി. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ഞാൻ എടുത്ത് ചോദിച്ചു, അല്ല ബ്രദറെ, ഇങ്ങനെ കൊളോസ്യ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നു അവൻ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി എന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു, ശരിയാണ്, നിരായുധമാക്കി, യേശു അത് ചെയ്തു. പക്ഷേ കാലക്രമേണ പിശാച് എന്ത് ചെയ്തു? വീണ്ടും അവൻ ആയുധങ്ങൾ ധരിച്ചു, അവൻ ആയുധങ്ങൾ ഉണ്ടാക്കി. അത് ദൈവത്തിൻ്റെ ആത്മാവ് ആർക്ക് വെളിപ്പെടുത്തി? ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റർക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സുവിശേഷകന് വെളിപ്പെടുത്തി എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. കുഴപ്പമില്ലല്ലേ? പ്രശ്നം ഉണ്ടാവില്ലോ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവാം. കാരണം എല്ലാ വെളിപ്പാടും എനിക്ക് കിട്ടണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചാൽ നടക്കുമോ? ലോകത്തുള്ള സകല കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടണം എന്ന് ഞാൻ വിചാരിച്ച് നടക്കുമോ? ഇല്ല. അതിന് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, ശിബുവ്രതനെ സംബന്ധിച്ച് ഇത്തരം വെളിപ്പാടുകളില്ല, ഞങ്ങളുടെ പാസ്റ്റർക്ക് ഇത്തരം വെളിപ്പാടുകളുണ്ട്, ബ്രദർക്ക് ഇത്തരം വെളിപ്പാടുകൾ വന്നിട്ടില്ല. അപ്പോൾ എല്ലാം ഒന്നും അദ്ദേഹത്തിന് കിട്ടണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് ബൈബിളിൽ വല്ല തെളിവുണ്ടോ? പറഞ്ഞു, തീർച്ചയായിട്ടും. അല്ല, പുള്ളി തന്നെ പറയുകയാണ്, ബൈബിൾ അങ്ങനെയല്ലേ പറയുന്നത്. ഞാൻ ചോദിച്ചു, ബൈബിളിൽ എന്താ പറയുന്നത്? ബൈബിളിൽ പറയുന്നത് എല്ലാവർക്കും എല്ലാം വെളിപ്പെട്ടിട്ടില്ല, ഭാഗമായും അംശാംശമായുമാണ് വെളിപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ പൂർണ്ണമായി എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്ന് ബൈബിൾ പറയുന്നു. ഞാൻ ചോദിച്ചു, ഏത് വചനം? ഈ വചനം ചോദിച്ചപ്പോൾ പുള്ളി വചനം പറയില്ല. ഞാൻ ഈ പറയുന്ന പുള്ളി ഓരോ ആശയം പറയും, ഞാനിരുന്ന് ബൈബിൾ വചനം എടുത്ത് ഞാൻ അങ്ങോട്ട് വായിക്കണം. ഇതാ നടക്കുന്നത്. പുള്ളി എന്ത് ചെയ്ത് ഇങ്ങോട്ട് വചനം പറയില്ല. ഞാൻ ചോദിച്ചു, ഏട്ടാ ഏതാ വചനം? പുള്ളി പറയില്ല. കാരണം പുള്ളിക്ക് അത് അറിയത്തില്ല. ഇത് കാണാതെ പഠിച്ചുകൊണ്ട് വന്ന് അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു നിധി മാത്രമാണ്, അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. ഞാൻ ലാസ്റ്റ് വചനം എടുത്തു, ചേട്ടാ വായിക്കി, ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളെടുത്ത് ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. ഞാനെടുത്ത് വായിച്ചു. ചേട്ടാ, ഇതല്ലേ ചേട്ടൻ ഉദ്ദേശിച്ച വചനം? ദൈവം പണ്ട് ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖേന പിതാക്കന്മാരോട് വെളിപ്പെടുത്തി. അപ്പോൾ പ്രവാചകന്മാർക്ക് എല്ലാം വെളിപ്പെടുത്തിയോ? എല്ലാം വെളിപ്പെടുത്തിയോ? ദൈവമേ, നിങ്ങൾ ഇവിടെ ഇല്ലേ? പോയോ? ഇല്ല, വെളിപ്പെടുത്തിയില്ല. പ്രവാചകന്മാർക്ക് ഭാഗമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായ ഒരു വെളിപ്പാട് പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ ബ്രദർ പ്രവാചകനാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ബ്രദറിന് ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിശാച് പിന്നീട് ആയുധങ്ങൾ ധരിച്ചത് നിങ്ങളുടെ ബ്രദറിന് വെളിപ്പാട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ആകത്തില്ല എന്ന് ഇദ്ദേഹം വീണ്ടും വാദിച്ചു. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ പുള്ളിക്ക് സന്തോഷമായി. കാരണം എന്തുവാ? പുള്ളി തപ്പി കിടക്കായിരുന്നു ഈ വചനം എവിടെയാന്ന്. ഇങ്ങോട്ട് പറഞ്ഞത് മാത്രമേ പുള്ളിക്ക് അറിയത്തുള്ളൂ. കണ്ടോ, ശരിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരിയാണ്, താഴോട്ടും വായിക്കണം എന്ന് പറഞ്ഞു. താഴോട്ട് വായിച്ച്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുൾ ചെയ്തിരിക്കുന്നു, അവൻ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അതായത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സകലത് നമുക്ക് വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു മുഖേന ഭാഗമായിട്ടാണ് കിടക്കുന്നത്, ആണോ? എല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്, സകല കാര്യങ്ങളും. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം എടുക്കാമോ? 28 മുതൽ വാക്യങ്ങൾ. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. വായിച്ചോളൂ. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശ്രദ്ധിക്കണേ, ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ കാണുന്നത് എഫേസൂസിൽ നിന്നും പൗലോസ് വിടവാങ്ങുകയാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ എഫേസൂസിൽ കഴിഞ്ഞ 2 വർഷം നിരന്തരമായി പൗലോസ് എന്ത് ചെയ്തു? സുവിശേഷ വേല ചെയ്തു, അനേകരെ നേടി, വലിയൊരു സഭ തന്നെ അവിടെ സ്ഥാപിച്ചു, വലിയൊരു ഗണം തന്നെ അവിടെ കൂടി. ലാസ്റ്റ് പൗലോസ് അവിടെ നിന്നും വിടവാങ്ങുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇനി നമ്മൾ തമ്മിലൊരു കണ്ടുമുട്ടൽ ഉണ്ടാകത്തില്ല, ഞാൻ നിങ്ങളിൽ നിന്നും വേർപെട്ട് പോവുകയാണ്, എൻ്റെ അന്ത്യകാലം അടുത്തു, എൻ്റെ മരണം അടുത്തു, ഇനി നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഫേസൂസിൽ നിന്നും വിടവാങ്ങുന്ന സംഭവമാണ് നമ്മളതിൻ്റെ 17-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്. അവിടെ അപ്പസ്തോലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ
എൻ്റെ വേർപാടിന് ശേഷം ക്രൂരമായ ചെന്നായ്ക്കൾ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകുവാൻ സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ശ്രദ്ധിക്കണേ, നമ്മളതിൻ്റെ മുൻപോട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 25 മുതൽ വായിക്കാമോ? 25 മുതൽ. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു, എന്നാൽ ഇതാ ഇനിയൊരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ലെന്നു. അതായത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം, ദൈവവചനം സുവിശേഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണത്തിന് മുൻപ് ദൈവം തന്നെ കൃത്യമായി അവർക്ക് വെളിപ്പാട് കൊടുക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഈ സംഭവം വിഷയം പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പോസ്തലനായ പത്രോസിനും പൗലോസിനും ഒക്കെ ഈ കൃത്യമായി വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് ആ വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ ഇനിയൊരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവന്റെ രക്തത്തിന് ഞാൻ ഉത്തരവാദിയായിരിക്കുകയില്ല എന്ന് ഇപ്പോൾ ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. 27-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. യേശുക്രിസ്തു മുഖേന അപ്പസ്തോലന്മാർ എത്രത്തോളം വെളിപ്പെടുത്തി എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കാണുന്നുണ്ട്. താഴോട്ട് വായിച്ചോ. എന്തെന്നാൽ ദൈവത്തിന്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്നോ ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. ദൈവത്തിന്റെ ഹിതം ഭാഗമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, ആണോ? കുറച്ച് മാത്രം പൗലോസിന് വെളിപ്പെട്ടു, ബാക്കി കുറച്ചിന് പത്രോസിന് വെളിപ്പെട്ടു, പിന്നെ കുറച്ച് വേറെ ആർക്കാ? തോമസിന് വെളിപ്പെട്ടു. നമ്മൾ ഈ കേരളക്കാരാണല്ലോ, അല്ല, ഇന്ത്യയിലുള്ളവർക്ക് ഇന്ത്യയിലെ അപ്പസ്തോലനാരാണ്? തോമസാണ്. അപ്പോൾ നമുക്ക് എന്താ കുറച്ചേ ഉള്ളൂ, കാര്യമായിട്ടില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ആകെ സുവിശേഷത്തിലാണെന്നുണ്ടെങ്കിൽ തോമസിനെ കുറിച്ച് വളരെ തുച്ഛമായ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അത് മാത്രം നമുക്ക് മതി എന്ന് പറഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, അതാ പ്രശ്നം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ്, ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി, ഞാൻ അതിൽ നിന്ന് പിന്നോട്ടൊന്നും പോയിട്ടില്ല, സകല കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി. മാത്രമല്ല, ചെന്നായ്ക്കൾ ഇനി ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും നിങ്ങളെ അപഹരിക്കുകയും ശിഷ്യന്മാരെ നശിപ്പിക്കുമെന്നും ആർക്കറിയാം? എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്കൊന്നിനൊരു കുറവില്ല എന്ന് അപ്പസ്തോലൻ പറയാം. താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച അജപാലകരെ ശ്രദ്ധിക്കണം, ആട്ടിടയന്മാരെ ശ്രദ്ധിക്കണം. ഇത് ചെന്നായ്ക്കളുടെ അല്ലെങ്കിൽ മുഖംമൂടി ആടിൻ്റെയും ഉള്ളിൽ കടിച്ചു കീറുന്ന ചെന്നായുമാണോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് പരിശോധിക്കണം. തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാനീ പറഞ്ഞ വ്യക്തി, ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ശിവവ്രതനെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയിട്ടില്ല? പിശാച് വീണ്ടും ആയുധം ധരിച്ചതിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രവാചകന് അത് ലഭിച്ചു. അതിൽ വല്ല പ്രശ്നമുണ്ടോ? ഇനി അങ്ങനെ സംഭവിച്ചു എന്ന് നോക്കിയാൽ, ലിറ്ററലി അങ്ങനെ സംഭവിച്ചു എന്ന് നോക്കിയാൽ അതിന് വല്ല പ്രശ്നമുണ്ടോ? കൊളോസ്യ ലേഖനം അതിൻ്റെ 2:15 നിങ്ങൾ വായിച്ചല്ലോ അല്ലേ? എന്താ വായിച്ചേ? അവൻ ക്രൂശിൽ സകല ആധിപത്യങ്ങളെയും നിരായുധമാക്കി. അപ്പോൾ ഇവൻ പറയാതെ പറയുന്നത് എന്തുവാണെന്നറിയോ? യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല. പിശാച് വീണ്ടും പ്രഗത്ഭനായി ശക്തനായി ക്രൂശ് പരാജയപ്പെട്ടു എന്നാണ് ഇവൻ്റെ പ്രഘോഷണം. എൻ്റെ പിന്നിൽ കിടക്കുന്ന പിശാചിൻ്റെ കളി മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ, ഒരാളൊന്ന് വരാമോ? ഇത് നല്ല വെളുത്ത വസ്ത്രമല്ലേ അല്ലേ? ഇതുമ്മ കറ പിടിച്ചു നോക്കിയ. അപ്പോൾ നമുക്കിപ്പോൾ പരസ്യമുണ്ടല്ലോ, ഡിറ്റർജൻറ്റിൻ്റെ പരസ്യങ്ങളുണ്ടല്ലോ, പൂർണ്ണമായും കറ മാറ്റും അല്ലേ? കഴിഞ്ഞ ദിവസം ആരോ പറയണ്ടായിരുന്നു, കറയൊന്നും മാറുന്നില്ല, വെറുതെ പറയുന്നതെന്ന് പറയണ്ടായിരുന്നു. ഏത് ഡിറ്റർജൻ്റ് ഏറ്റവും നന്നായിട്ട് കറ പോകാനും പറ്റുന്നത്? ഏതാ? അമ്മച്ചിമാരെന്ന് പറഞ്ഞേ, അലക്കുന്നവരെന്ന് പറഞ്ഞേ, ഏരിയലാണോ, സർഫെക്സലാണോ? ഉറങ്ങുന്നവർ പറഞ്ഞാൽ മതി, ശക്തമായിട്ട് പറഞ്ഞോ. ഉറങ്ങുന്നവർ ഏതായിരിക്കും? ഡിറ്റർജൻറ്റുകളുടെ പരസ്യം അറിയാലോ അല്ലേ? അപ്പോൾ ഈ സംഭവത്തെ ഇവൻ്റെ കറ പറ്റി അതിനെ വെളുപ്പിച്ചു. വെളുത്തില്ലെങ്കിൽ ഏതാ മോശം? ഡിറ്റർജൻ്റ് അല്ലേ മോശം? അത് ഉപകാരമില്ല അല്ലേ? പോയിരുന്നോ? നിങ്ങൾ മാറ്റി കളഞ്ഞോട്ടോ മറ്റേ കേസ്. ഓക്കെ, അപ്പോൾ ഡിറ്റർജൻറ്റ് കൊള്ളത്തില്ല. യേശു പിശാചിൻ്റെ ആയുധങ്ങളെ നിരായുധമാക്കി എന്ന് വചനം പറയുന്നു. അവൻ ആയുധങ്ങളെ ഇല്ലാതെയാക്കിയെന്ന് വചനം പറയുന്നു. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ 2000 വന്നിട്ട് അല്ലെങ്കിൽ 2020 ഒരുത്തം വന്നിട്ട് പറയുകയാണ് പിശാച് വീണ്ടും ആയുധങ്ങൾ ധരിച്ചു എന്ന് പറയുമ്പോൾ അവൻ്റെ ആയുധങ്ങളെ ഇല്ലാതാക്കിയ ക്രൂശ് പരാജയമാണെന്നല്ലേ പറയുന്നത്? അല്ലേ? പറയാതെ പറയുന്നത് അവൻ നിരായുധമാക്കിയ ക്രൂശ് വലിയ ഗുണമൊന്നുമില്ല, അത് പരാജയമാണെന്ന്. യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തത് അത് പരാജയമാണെന്നാണ് ആ സുവിശേഷം. അല്ലേ? ആണോ? അല്ലേ? അതെ. ഇതാ ഇതിൻ്റെ പിന്നിലെ അപകടം. നമുക്ക് പിന്നെ ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഇത് മനസ്സിലാവത്തൊന്നുമില്ല. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ കൊളോസ്യ ലേഖനം വെച്ചിട്ട് നിങ്ങൾ പറയുന്നു, അല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു,
ക്രൂശിൽ അവൻ സകല ആയുധങ്ങളെയും നിരായുധമാക്കി പരസ്യമായി അതിനെ അവഹേളന പാത്രമാക്കി മാറ്റിയെന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കെ, അല്ല അവൻ വീണ്ടും ആയുധങ്ങൾ ധരിച്ചു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെയല്ലേ ബ്രദറെ തള്ളി പറയുന്നത്? ഇത് പറഞ്ഞതോടുകൂടി പുള്ളി വൈബ്രൻ്റായി. പുള്ളി പിന്നെ എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പെട്ടെന്ന് ചൂടായി. നിങ്ങൾ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ മറ്റേ സ്റ്റേജൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പെട്ടെന്ന് ചൂടായി. പിന്നെ പെട്ടെന്നൊരു ഒരു ഒരു എന്താ പറയുക, ഒന്നുമില്ലാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. ലാസ്റ്റ് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് പുള്ളിനെ വിട്ടു. പിന്നത്തെ ചില സുവിശേഷകർ ഇങ്ങനെയാണ്. നമ്മൾ എന്തിനാ ഇത് ഇന്ന് ക്ലാസ് എടുത്തതെന്നറിയോ? ഈ കാര്യം, ഈ വിഷയം ഒന്ന് സംസാരിച്ചത് എന്തിനാണെന്നറിയോ? ഞാനിന്ന് യഥാർത്ഥത്തിൽ എൻ്റെ വർക്ക് കഴിഞ്ഞ് വരികയായിരുന്നു. എൻ്റെ ജോലി കഴിഞ്ഞ് മൂവാറ്റുപുഴ അപ്പുറത്ത് എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ചിവിടെ വന്നു. ഞാൻ അവിടെ ബാക്കിൽ ആരാധനയുടെ സമയത്ത് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്ത് വചനം കൊടുക്കണം? എനിക്കറിയത്തില്ല. ഇന്ന് ഈ കൂട്ടായ്മയുടെ എന്ത് പറയണം? ഞാനൊരു വചനം പ്രിപ്പയർഡായിട്ടില്ല. പ്രിപ്പയർഡായ വചനങ്ങൾ വേറെ പലതും ഉണ്ട്, പല ക്ലാസ്സുകളിലൂടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ക്ലാസ്സുകളൊന്നും എടുക്കാൻ ഒരു ആത്മപ്രചോദനം എനിക്കില്ല. ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ എന്ത് പറയണം, ഞാൻ എന്ത് സംസാരിക്കണം? എനിക്കറിയത്തില്ല. കൃത്യമായ എനിക്ക് മെസ്സേജ് തന്നത് മത്തായി സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, പുത്തൻകുരിശ് കൂട്ടായ്മയുടെ ഇടയിൽ ചെന്നായ്ക്കൾ കയറാനായിട്ട് പതിയിരിക്കുന്നുണ്ട് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനം ഇവിടെ എടുക്കാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, പൗലോസ് കൃത്യമായിട്ട് പൗലോസ് തിരിച്ചു പോകുമ്പോൾ ഇനി തിരിച്ചിങ്ങോട്ടൊരു വരവില്ല എന്ന് പൗലോസിന് അറിയാം. എഫേസൂസിൽ കഴിഞ്ഞ 2 വർഷം അധ്വാനിച്ചത് വൃഥാ ആകരുത് എന്നുള്ളത് കൊണ്ട് അപ്പസ്തോലൻ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ഇടയിൽ ചെന്നായ്ക്കൾ കടന്നു വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സകലതും വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ വന്ന് ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിച്ചു വ്യാഖ്യാനിക്കുകയും അതിനെ വളച്ചൊടിച്ചു പറയുകയും ചെയ്യും. നിങ്ങൾ വായിച്ചേ 20-ാം അധ്യായം അപ്പസ്തോല പ്രവൃത്തി 20-ന്റെ 27 ഒന്ന് വായിക്കാമോ? ഇപ്പോൾ വായിച്ച വചനം ഒന്ന് വായിക്കാമോ ഒന്നുകൂടി? എന്തെന്നാൽ ദൈവത്തിന്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് ഞാൻ സകല കാര്യങ്ങളും നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല എന്ന് പറയുക. വീണ്ടും, എൻ്റെ വേർപാടിന് ശേഷം ക്രൂരമായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ ആചകണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. അവൻ്റെ രീതി എന്താണെന്ന് ശ്രദ്ധിക്കണേ. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകുവാൻ സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖല ഒന്ന്, ശിഷ്യരെ എന്ത് ചെയ്യും? ആകർഷിക്കും. എങ്ങനെ ആകർഷിക്കാൻ പറ്റുക? ജീസസ് മിഷൻ എങ്ങനെ ആകർഷിക്കുന്നത്? ഞാൻ നോക്കിയിട്ട് ജീസസ് മിഷനെ ആകർഷിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിൻ്റെ വചനം. ഇതല്ലാതെ മറ്റൊരു കാര്യമില്ല. ആശ്വാസം തേടി എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ല ഇവിടെ. ആകെ ഒരു കാര്യമുള്ളൂ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിനക്കൊരു ആശ്വാസം ഉണ്ടാവും, സത്യവചനോടെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടാവും. ഇതല്ലാതെ മറ്റൊരു കാര്യമില്ല. മറ്റ് സ്ഥലത്ത് ആകർഷിക്കാൻ പല കാര്യങ്ങളുണ്ട്. ചിലടത്ത് ഫോട്ടോ വെച്ചിട്ടുണ്ട് ആകർഷിക്കാനായിട്ട്, അല്ലേ? ചിലടത്ത് പരസ്യങ്ങളുണ്ട്. നമ്മളിവിടെ, ഞാൻ ബ്രദറിനോട് എപ്പോഴും ഞങ്ങൾ പറയും, ബ്രദറെ, ജീസസ് മിഷനിൽ നടന്ന അത്ഭുതങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഒരു ചാനൽ മാത്രമാക്കി ഇടാനുള്ള അത്ഭുതങ്ങളുണ്ട്. അത്രയധികം നമ്മളിൽ സ്റ്റോക്ക് കിടക്കുന്നുണ്ട്. പഴയ വീഡിയോസ് ഒരുപാട് സ്റ്റോക്ക് കിടക്കുന്നുണ്ട്, അല്ലേ? സാക്ഷ്യങ്ങൾ എന്തോരം സാക്ഷ്യമുണ്ട്. ഈ സാക്ഷ്യങ്ങൾ മുഴുവൻ നമ്മൾ ഇടാറുണ്ടോ? ഇന്ന് ഈ കഴിഞ്ഞ ഞായറാഴ്ച സൂമിലൂടെ എത്ര സാക്ഷ്യമുണ്ടായി? ഇന്നിപ്പോൾ എത്ര സാക്ഷ്യമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവ് എത്ര സാക്ഷ്യം ചെയ്യുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച എത്ര സാക്ഷ്യമുണ്ടായി? ഓരോ ഞായറാഴ്ചകളിലും അത്ഭുതങ്ങൾ ചെയ്ത സാക്ഷ്യങ്ങൾ അനേകമുണ്ടല്ലേ? നിങ്ങളിത് എല്ലായിടത്തും സൂമിൽ അല്ലാതെ, നമ്മുടെ സഭയുടെ ഇടയിലല്ലാതെ, സൂം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്തുവാണെന്നറിയോ? നമ്മുടെ സഭയുടെ കൂട്ടായ്മയാണ്. ജീസസ് മിഷൻ എന്ന സഭയുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് നമ്മളത് പരസ്യമായിട്ട് ചെയ്യാറില്ല. സഭയുടെ കൂട്ടായ്മ എങ്ങനെയാണ്? ആ സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. ഇത് യൂട്യൂബിൽ വിടാറുണ്ടോ? ഇല്ല. ഞാൻ പലപ്പോഴും, എനിക്ക് തോന്നുന്നു 2020 തുടങ്ങി നമ്മൾ സൂം തുടങ്ങിയതാണ്, അല്ലെങ്കിൽ 2019 അവസാനം തുടങ്ങി, 2020 തുടങ്ങി പറയാം നമുക്ക് കൃത്യമായിട്ട്. അന്ന് തുടങ്ങി ഞാൻ ബ്രദറിനോട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്, ബ്രദറെ, നമ്മുടെ സൂമിലെ പ്രയറുകൾ യൂട്യൂബിൽ ലൈവ് കിട്ടോട്ടെ. ഇതുവരെ അനുവദിച്ചിട്ടില്ല. ആത്മാവ് പ്രേരണ നൽകുന്നില്ല എന്നൊറ്റ കാരണം പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങളോട് സമ്മതിച്ചിട്ടില്ല. ഞാൻ ബ്രദറിനോട് എപ്പോഴും പറയും, ബ്രദറെ, ഈ സംഭവം ഇവിടെ നടക്കുന്ന സാക്ഷ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് തുമ്പമൺ ഹോളും കീഴം ഹോളൊന്നും കൊള്ളാതെ വരും. വേറെ വലിയ ഹോളുകൾ 1000-ങ്ങളും 10,000-ങ്ങളും കൊള്ളുന്ന ഹോളുകൾ എടുക്കേണ്ടി വരും. ബ്രദർ പറഞ്ഞടാ, ദൈവവചനം കേട്ടിട്ട് വരുന്നവൻ വന്നാൽ മതി. സത്യവചനം പറയുന്നത് കേട്ടിട്ട് വരുന്നവൻ ഇവിടെ വന്നാൽ മതി. രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രം വരുന്നവനെ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ അത് വെച്ച് നമ്മൾ ആകർഷിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങളെല്ലാം കൃപാസനത്തിൻ്റെയൊക്കെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു പത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ആ പത്രത്തിൽ മുഴുവൻ സാക്ഷ്യങ്ങളെ ഉണ്ടാവുള്ളൂ. മൊത്തം ഉടായ്പുമായിരിക്കും. ചിരിച്ചിരിച്ചും മരിക്കും. ഒരു ദിവസം ആ ഹോസ്പിറ്റലിലിരുന്ന് ഞാനിത് വായിച്ച്, നിങ്ങളിനി കളിക്കൊടുക്ക ഇതൊന്നും വായിക്കണ്ട കേട്ടോ, ബാലരമയൊന്നും വായിക്കണ്ട, ഇത് വായിച്ചാൽ മതി. ചിരിച്ച് തല തല്ലി ചാവും.
പിന്നെ ആകെ ഒരു പ്രശ്നമുള്ളൂ, പരസ്യമായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സമൂഹത്തിൻ്റെ ഇടയിൽ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ പരസ്യമായിട്ട് ഉറക്കെ ചിരിച്ച് ചെയ്യുമ്പോൾ എല്ലാവരും പിടിച്ച് കൈയും കാലും കെട്ടി വല്ല ഉളമ്പാറയിലും കൊണ്ടുവന്നാക്കും. അതുപോലെ നമുക്ക് ചിരി വരും. ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിൽ കൊച്ചിനെയും കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്നെടുത്ത് മറച്ചു നോക്കിയതാ. ചിരി വന്നിട്ട് എനിക്ക് അടക്കാൻ പറ്റില്ല, ഞാനവിടെ വെച്ചു. കാരണം ഇനി ഞാൻ തന്നെ എന്നെ കൺട്രോൾ വിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവന്മാരെ ഈ ചെക്കന് പ്രാന്തായെന്ന് വിചാരിച്ചിട്ട് അവരിരുന്ന് ചിരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ അതവിടെ വെച്ചു. അമ്മാതിരി കോമഡികൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണല്ലേ ചിലത്, ഞാൻ വിചാരിച്ചതൊക്കെ വെറുതെ കളിയാക്കാൻ വേണ്ടി വിടുന്നതാണ്. നല്ല അതേ സെയിം സാധനം തന്നെ ഈ പത്രത്തിലുണ്ട്. അമ്മാതിരി കോമഡികളാണ് വോട്ട്. ഇനി അതൊന്നും ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, അപ്പസ്തലനായ പൗലോസ് പറയുക, ചെന്നായ്ക്കൾ വരും. അവരെന്ത് ചെയ്യുന്നേ? അവർ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള, അതായത് ചിരിച്ചുകൊണ്ട് ആകർഷിക്കുന്ന തലത്തിൽ അവർ പലതും മുന്നോട്ട് വയ്ക്കും. പല രീതികൾ, പല കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും, പല സംഭവങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് ഈ കാര്യം ഞാൻ ഇടപെട്ടതുകൊണ്ടാന്ന് തോന്നുന്നു, ഒരു 4-5 കൗൺസിലിംഗ് കേസുകൾ ഈ സെയിം ശുശ്രൂഷകൻ്റെ അടുത്ത് പോയി വലഞ്ഞ് 1-2 കേസുകൾ എൻ്റെ മുമ്പിൽ തന്നെ വന്നു വിട്ടു. 1-2 കേസുകൾ കൗൺസിലിങ്ങിന് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ സെയിം ശുശ്രൂഷകൻ്റെ, ഞാൻ പേര് ഞാൻ പറയുന്നില്ല, ഈ സെയിം ശുശ്രൂഷകൻ്റെ അടുത്ത് പോയി കുറേ പണവും നഷ്ടപ്പെട്ട്, വിശ്വാസവും നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് ജീസസ് വിഷനെ തേടി വന്ന് എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ കൗൺസിൽ ചെയ്ത് നേരെ ഷിബൂർത്തൻ്റെ അടുത്തോട്ടാക്കി. ഷിബൂർത്തരെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ചിന്തയും അവരുടെ വിശ്വാസവും അല്ലെങ്കിൽ അവരെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ചില മേഖലകളും വളരെ വിചിത്രമാണ്. അപ്പോൾ പണം തട്ടാൻ വേണ്ടി ഇത്തരം മേഖലകളൊക്കെ നമ്മുടെ മുമ്പിൽ നാളെ വരാം. പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, സത്യവചനത്തിന് ഒറ്റ മുഖമേ ഉള്ളൂ. അവൻ നിന്നെ കീറിമുറിക്കും, അവൻ നിൻ്റെ പാപങ്ങളെ എടുത്തു പറയും. നിൻ്റെ നന്മ മാത്രം പറഞ്ഞുകൊണ്ടൊരു വചനം മുന്നോട്ട് പോകത്തില്ല. ഇന്ന് നമുക്കറിയാം, ആദ്യത്തെ ശുശ്രൂഷയിൽ ഷൈനി സിസ്റ്റർ എടുത്ത വിഷയം എന്തായിരുന്നു? വിഷയം എന്തായിരുന്നു? സഹനവും കഷ്ടതയും ഈ മേഖലകളൊക്കെ ആയിരുന്നു നമുക്ക് എടുത്ത വിഷയം, അല്ലേ? ആണോ അല്ലേ? നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു പ്രോസ്പിരിറ്റി ഗോസ്പൽ മാത്രം പറയാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. കർത്താവിൻ്റെ മക്കൾക്ക് ചില സഹനങ്ങൾ ഉണ്ടാകും. ദൈവ പൈതലിന് ചില മേഖലകളിലൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ചില സഹനങ്ങളിലൂടെ, ചില കഷ്ടതയിലൂടെ മുന്നോട്ട് പോയേ മതിയാകൂ. അത് കണ്ടുകൊണ്ട് കർത്താവിനെ തള്ളി പറയുന്നവനാണെങ്കിൽ അവൻ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നഷ്ടമുള്ളൂ, ഞങ്ങൾക്കൊരു നഷ്ടമില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ചെന്നായുടെ അവൻ വന്നു കഴിയുമ്പോൾ യഥാർത്ഥ ഇടയനും കള്ള ഇടയന്മാരും തമ്മിലുള്ള വ്യത്യാസമായി പറയുന്നത്. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. അതായത് ഈ ആടുകളെ കാണുമ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ, ഈ ചെന്നായ്ക്കളെ കാണുമ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം, ഞങ്ങൾക്ക് വേണമെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കാം. ഞങ്ങൾ എന്തുകൊണ്ടാണിത് സുവിശേഷ ഇത്തരം മേഖലകളിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇപ്പോൾ ഈ നടന്ന സംഭവം നിങ്ങളോട് പറയാതിരിക്കാൻ വേണമെങ്കിൽ നമുക്കിത് പറയണോ പറയണ്ടേ എന്ന് ചിന്തിക്കേണ്ടതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശു പറഞ്ഞൊരു കാര്യം, അതാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം, വായിച്ചോ മോനെ. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. അവന് സ്വന്തമായിട്ട് ആടുകളില്ല, അവന് ഈ ആടുകളോടൊരു ആത്മാർത്ഥതയില്ല. ഈ ആടുകൾ നശിച്ചു പോയാലും തകർന്നു പോയാലും ആർക്കും കുഴപ്പമില്ല. ഈ ഇടയനല്ലാത്ത അപ്പുറം കണ്ടം ചാടി ഇപ്പുറം കണ്ടം ചാടി കണ്ടവനെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി ദൈവത്തിൻ്റെ ശിഷ്യന്മാരെ, കർത്താവിൻ്റെ ശിഷ്യന്മാരെ അവൻ മദ്യത്തിലും മയക്കുമരുന്നിലും കിടന്ന് അവനെ പിടിച്ചു മാനസാന്തരപ്പെടുത്തി അവൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെച്ച് അവനെ വർഷങ്ങളോളം കൊണ്ടു നടന്ന് അവൻ്റെ കർത്താവിൻ്റെ വേലയെ പഠിപ്പിച്ച് ദൈവവേലയ്ക്ക് ഇറക്കി കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യെ പിടിച്ചു കൊണ്ടുപോയി അവനെ പല മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ഇങ്ങനെ മേഖലയിലേക്ക് പുതിയ പുതിയൊക്കെ കാര്യമൊക്കെ കാണിച്ചു കൊടുക്കും. പക്ഷേ അവൻ്റെ നേരെ ചെന്നായി വരുമ്പോൾ ഇവൻ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാമോ? അവൻ്റെ കൈ വിട്ടിട്ട് ആദ്യം അവൻ ഓടി ഒളിക്കും, അവൻ ഓടിപ്പോവും. ഞങ്ങളുടെ ജീസൂഷനിലെ ഒരു അങ്കമാലി യൂത്തിലൊരു പയ്യൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ഇടവകയിലെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, വെഞ്ചിരിക്കാൻ വന്നത് അച്ഛൻ. അപ്പോൾ അച്ഛൻ വെഞ്ചിരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ രൂപങ്ങളില്ല, ഒറ്റ രൂപമില്ല. അപ്പം അച്ഛനെ വെഞ്ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം അച്ഛൻ ആദ്യം രൂപത്തെ വെഞ്ചിരിക്കണം, എന്നിട്ട് വീട് വെഞ്ചിരിക്കണം. ഇത് ഈ കർമ്മം അങ്ങനെ അങ്ങോട്ട് പോയാലേ പുള്ളിക്ക് കാര്യം നടക്കത്തുള്ളൂ. കാരണം പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നടക്കുന്നില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, ഇവിടെ രൂപമൊന്നുമില്ലല്ലോ, ഈ പരിപാടിയാണെങ്കിൽ ഞാൻ ഇനി മേലാക്കാൻ വരത്തില്ല, നാളെ വെഞ്ചിരിക്കാൻ എന്നെ വിളിക്കണ്ട ഒരു പരിപാടിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ വളരെ ആത്മാർത്ഥമായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അച്ഛാ, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു. അച്ഛൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇവൻ ഇങ്ങനെ ഒരു മറുപടി പറയുമെന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. എടുത്തു വയ്ക്കാൻ പറഞ്ഞു, 5-8 വർഷം കഞ്ചാവും കള്ളും കുടിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും തല്ലിപ്പൊളിയായിട്ട്
ഈ വഴി കൂടെ ഒരെണ്ണത്തിനെ പോലും നേരെ വിടാതെ ഞാനിവിടെ കള്ളും കുടിച്ചും കഞ്ചാവും കഴിച്ചും നടന്നപ്പോൾ ഒരെണ്ണം വന്നില്ല എന്നെ മാനസാന്തരപ്പെടുത്താൻ. എന്നെ മാനസാന്തരപ്പെടുത്താൻ വന്നത് ജീസസ് മിഷനിലെ കുറച്ച് ബ്രദേഴ്സാണ്. അവരെനിക്ക് വിശുദ്ധ ബൈബിൾ വെച്ചിട്ട് മനസ്സിലാക്കി തന്നൊരു കാര്യം, വിഗ്രഹത്തെ വേണ്ട, വിഗ്രഹത്തിലല്ല ദൈവം ഇരിക്കുന്നത്. എൻ്റെ മയക്കുമരുന്നിനെ, എൻ്റെ ദുശീലങ്ങളെ, എൻ്റെ പാപങ്ങളെ മാറ്റിയത് അവിടെ ഒരു വിഗ്രഹം ഇരുന്നിട്ടല്ല. അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വിഗ്രഹവും വേണ്ട. അച്ഛൻ വന്ന് വെഞ്ചിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പുള്ളി തോറ്റ് സമ്മതം പറഞ്ഞ് അങ്ങോട്ട് തിരിച്ചുപോയി. അത്രയേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് അവനങ്ങോട്ട് പറഞ്ഞു, അവന് പറയാനുള്ളത് അവനോട് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല, ഒരു വാക്ക് പോലും മിണ്ടിയില്ല. പിന്നെ ഞങ്ങളുടെ വീടുകളിൽ വന്നിട്ട് ഈ വർത്തമാനം പറയുന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ നേടിയത് ദൈവത്തിൻ്റെ ആത്മാവാണ്. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് ക്രിസ്തുവാ. അത് പരാജയമല്ല, അവൻ വിജയമാ. അവൻ പരാജയമാണെന്ന് പറയുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങളുടെ മുൻപിലാണ് ഈ വ്യക്തി വന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ മനസ്സിലാക്കത്തില്ല. ഞാൻ ചോദിച്ചു, അവൻ പിശാച് വീണ്ടും ആയുധങ്ങൾ ധരിച്ചു എന്ന് പറയുന്നതിൻ്റെ കുഴപ്പം എന്താണെന്ന് ഞാൻ ചോദിച്ചു. ഒരാൾ പോലും പറഞ്ഞില്ല അതിന് പ്രശ്നമുണ്ടെന്ന്. അവനിപ്പോൾ ആയുധങ്ങൾ ഉണ്ടായാലെന്ത്, ഇല്ലെങ്കിലെന്ത്, നമുക്കതൊരു പ്രശ്നമല്ല. പക്ഷെ അവൻ പറയാതെ പറയുന്നത് കാൽവരി ക്രൂശ് പരാജയമാണെന്നാ, യേശുവിൻ്റെ ശുശ്രൂഷ പരാജയമാണെന്നാ. അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായത്, നമുക്ക് വേണ്ടി രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് പരാജയമാണെന്നാണ് ഇവൻ പ്രഘോഷിക്കുന്നത്. ഇങ്ങനെയാ പിശാചിൻ്റെ ചില മേഖലകൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവൻ പറയുമ്പോൾ ബൈബിളാണ് അവൻ പറയുന്നത്, വചനമാണ് അവൻ പറയുന്നത്, അതേ വാക്യം തന്നെയാണ് വായിക്കുന്നത്. പക്ഷേ ചില വാക്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിച്ച വ്യാഖ്യാനിക്കുന്നത്. അതാ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷത്തെ എൻ്റെ ശുശ്രൂഷ എന്താവും? ചിലപ്പോൾ വേസ്റ്റ് ആവും. നിങ്ങളുടെ ഇടയിൽ വ്യാജ സുവിശേഷകർ ഇറങ്ങും, ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിച്ചുകൊണ്ട് അവർ പ്രഘോഷിക്കും, അവർ ചെയ്യുമെന്ന് വ്യക്തമായിട്ട് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് പരാജയമാണോ? ആണോ? ആണോ? അല്ല, അവൻ വിജയമാണ്. നമ്മൾ തിരിച്ചറിയണം. ഇനിയുള്ള കാലത്ത് ഇങ്ങനെയുള്ള ചില വ്യക്തികൾ നമ്മുടെ ഇടയിൽ വരും. പലരും നമ്മളെ വഴിതെറ്റിക്കും, നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ നാശത്തിലേക്ക് നയിക്കുന്ന ഇങ്ങനെയുള്ള ചില പഠനങ്ങൾ ഈ കാലഘട്ടത്തിൽ വരുമെന്ന് നല്ല ബോധ്യം നമുക്കുണ്ടാകണം. മറ്റുള്ളത് കാണരുത്, മറ്റു വചനപ്രഘോഷണമൊന്നും കേൾക്കരുത് എന്നുള്ള പ്രബോധനമൊന്നും നമ്മൾ പറയാറില്ല ഒരിക്കലും. പക്ഷേ അത് കേൾക്കുമ്പോൾ എന്ത് വേണം? അത് മനസ്സിലാക്കാനുള്ള അറിവ് കൂടി നീ സമ്പാദിക്കണം. കേൾക്കുന്നതെല്ലാം അപ്പാടെ സ്വീകരിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സത്യസുവിശേഷത്തെ തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. നമ്മുടെ പാതകളിൽ, നമ്മൾ പോകുന്ന വഴികളിൽ ഇത്തരം ചെന്നായ്ക്കളുണ്ട്, ഇത്തരം കള്ളന്മാരുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മുടെ കൂടെ ഉണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആരാധിക്കണം. നമ്മുടെ കണ്ണുകളൊക്കെ നടക്കാം.